ഞങ്ങളെല്ലാം അഭിഭാഷകരുടെ റോളിലാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിന്റെ വിചാരണ ചെയ്യുന്ന അഭിഭാഷകരുടെ റോളാണ് ഞങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ചില സാംസ്കാരിക പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്. ആ സാംസ്കാരിക പ്രവർത്തകർ അധികാരത്തിന്റെ അപകർഷങ്ങൾക്ക് പിന്നാലെ പോകുന്നവരാണ്. അവർ ജനങ്ങളുടെ സങ്കടങ്ങളും സാധാരണക്കാരുടെ വിഷമങ്ങളും കാണില്ല. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആശാ വർക്കർമാർ കണ്ണീരുമായി സമരം ചെയ്യുക. കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അപമാനമാണ് ആ ആശാ വർക്കർമാരായ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, 30-40 വർഷം മുമ്പ് ഉള്ള സിനിമകൾ, നസീറിന്റെയും സത്യന്റെയും സിനിമകൾ കാണുമ്പോൾ ആ സിനിമയിലെ മുതലാളിമാർ തൊഴിലാളികളോടുള്ള ഒരു പുച്ഛം കാണിക്കും. അതിനേക്കാൾ മോശം പുച്ഛത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ ഈ ആശാ വർക്കർമാരോട് കാണിക്കുന്നത്. അപ്പൊ ഈ സാംസ്കാരിക പ്രവർത്തകർ നിലമ്പൂരിൽ വോട്ട് പിടിക്കാൻ, LDFന് വോട്ട് പിടിക്കാൻ വന്ന ഈ സാംസ്കാരിക പ്രവർത്തകർക്കൊന്നും അപ്പൊ കണ്ണു തുറന്നില്ല, അവരന്ന് കണ്ടില്ല. അപ്പോഴും ഈ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായ ശ്രീ സച്ചിദാനന്ദൻ കവി, അദ്ദേഹം നമ്മുടെ കൂടെയുള്ള ഒരാളല്ല, ഇടതുപക്ഷ സഹയാത്രികനാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു അഭിവാദ്യം അർപ്പിക്കുകയാണ് ഈ സമയത്ത്. അദ്ദേഹം അവരുടെ സങ്കടം കണ്ടു, അദ്ദേഹം അവർക്ക് അനുകൂലമായി അഭിപ്രായം പറഞ്ഞു. മല്ലിക സാരാഭായ് ഈ ഗവൺമെന്റ് കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറാക്കിയ ഏറ്റവും പ്രമുഖയായ ആളാണ്. കോൺഗ്രസിന്റെ സഹപ്രവർത്തകയല്ല, ലെഫ്റ്റിന്റെ സഹയാത്രികയാണ്. അവര് ശക്തമായി പറഞ്ഞു, സാറ ടീച്ചർ പറഞ്ഞു, കുറെ നല്ല മനുഷ്യർ പറഞ്ഞു, കുറെ നല്ല മനുഷ്യർ. പക്ഷേ ഈ അധികാരത്തിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന കുറെ ആളുകൾ വന്ന് ഇതെല്ലാം അവരെ ഈ മന്ത്രിമാരുടെ കൂടെ നിന്ന് ഈ മുതലാളിത്ത മനോഭാവത്തോടു കൂടി അവരെ പരിഹസിക്കുന്നവരാണ്. അവരെ സാംസ്കാരിക പ്രവർത്തകർ എന്ന് വിളിക്കാൻ തന്നെ കേരളം ലജ്ജിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെയൊക്കെ നടപടികൾ കേരളത്തിലൊരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്, അവർ നോക്കിക്കാണുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ UDF വിചാരണ ചെയ്യുകയാണ് ഈ ഗവൺമെന്റിനെ. ഇവിടെ അഭിഭാഷകരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, മാത്യു അടക്കം. ഞങ്ങളെല്ലാം അഭിഭാഷകരുടെ റോളിലാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിന്റെ വിചാരണ ചെയ്യുന്ന അഭിഭാഷകരുടെ റോളാണ് ഞങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. ഇവിടെ സംസ്കാര സാഹിതി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ നാടകവും ഇവരുടെ ഈ കാര്യങ്ങളെ കുറിച്ചാണ്. ബിഗ് ജോബ്സ് 2 എന്നാണ്, പിണറായി 3 എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അത് പറയട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയണം, പിണറായി 3. അപ്പോഴുള്ള ആൾക്ക് പേടിയാവുള്ളൂ, വീണ്ടും ഇവന്മാർ വരാൻ പോവാണെന്നുള്ള പേടിയാവും. ഈ പിണറായി 3 എന്ന് ഇവർ എപ്പോഴും പറയുമ്പോൾ ദൈവമേ വീണ്ടും ഇവർ വരാൻ പോവാണോ എന്നുള്ളൊരു ഭയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ അത് നല്ലതാണ്. അതിന് നമുക്കൊരു മറുപടി ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 77 ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്. 57 EMS, 67 EMS, 77 EMS. ഭയങ്കര മുദ്രാവാക്യമായിരുന്നു. അത്രയും വലിയൊരു മുദ്രാവാക്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. 57 57 EMS വന്നു, 67 വന്നു, പക്ഷെ 77 വന്നില്ല. 140-ൽ 111 സീറ്റുമായി UDF എന്ന അധികാരത്തിൽ വന്നു. അന്ന് EMSന്റെ ഒരു വലിയ ഹാരം, EMS കഷ്ടിച്ചാണ് നമ്മുടെ VS വിജയരാഘവൻ, ചെറുപ്പക്കാരനായിരുന്നു അന്ന്, അദ്ദേഹത്തോട് ജയിച്ചത്. ചെറിയ പോലും EMSനെ മാലയിടിക്കാൻ ചെന്നപ്പോൾ EMS പറഞ്ഞു, സാങ്കേതിക മാത്രമേ ഞാൻ ജയിച്ചിട്ടുള്ളൂ, എനിക്കല്ല മാലയിടിക്കേണ്ടത് വിജയരാഘവനെയാണെന്ന് പറഞ്ഞു. അത് ഈ മുഖ്യമന്ത്രി ഓർത്ത അദ്ദേഹത്തിന് നല്ലതാണ്. പിണറായി 3 എന്ന് പറഞ്ഞിറങ്ങിയാൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട, ജനങ്ങൾക്ക് പേടിയുണ്ടാവും, ഭയം ഉണ്ടാവും. 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. അതിന്റെ തുടക്കമാണ് നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഈ വിധിയെഴുത്ത് നടത്തേണ്ടത്. ഇവരെ പരാജയപ്പെടുത്തുക, ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നത് മാത്രമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം.